പറയാണ് ധാരവാഡ ജില്ലയിൽ തന്നെ കുന്തുകോട് എന്ന് പറയുന്ന ഒരു താലൂക്ക് ഉണ്ട്. ആ താലൂക്കിൽ 56 വില്ലേജ് ഉണ്ട്. കുറെ ദൂരമൊന്നുമല്ല. മംഗലാപുരത്ത് നിന്ന് വെറും 300 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു 5 മണിക്കൂർ യാത്ര ചെയ്താൽ കിട്ടുന്ന ധാരവാഡ ജില്ലയിലെ കുന്തുകോട് എന്ന് പറയുന്ന ഒരൊറ്റ താലൂക്കിൽ 56 വില്ലേജ് 2016 ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ട്. ആ 56 മഹല്ലിലും എല്ലാ മഹല്ലിലും 80-ന് മേലെ 100-ലധികം വരെ മുസ്ലിം വീടുകളുള്ള മഹല്ലുകളാണ്. പക്ഷേ ആ ഒരു മഹല്ലിലും നിസ്കാരമില്ല, അവർക്ക് നോമ്പില്ല, അവർക്ക് ഇസ്ലാം എന്തെന്ന് പോലും അറിയില്ല. പള്ളികൾ പൂട്ടിക്കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അവിടെ എങ്ങനെ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടായി, അവിടെ എങ്ങനെ പള്ളി ഉണ്ടായി, നിസ്കാരമില്ല എങ്കിൽ? ആ നാട്ടുകാർക്കൊക്കെ മുസ്ലിമീങ്ങൾക്കൊരു പള്ളി, ഹിന്ദുക്കൾക്കൊരു മന്ദിരം എന്നൊരു കൺസെപ്റ്റാണ്. ആ നാട്ടിലെ 100ഓളം വരുന്ന മുസ്ലിം മഹല്ലുകൾ, മുസ്ലിം വീടുകളെ നിയന്ത്രിക്കാൻ അവർക്കൊരു മുസ്ലിം ലീഡർ ഉണ്ട്, മുല്ല എന്ന് പറയുന്നയാൾ. ആ മുല്ലയുടെ ക്വാളിറ്റി എന്തെന്ന് പറഞ്ഞാൽ, ഖുർആനിലെ 10 സൂറത്ത് അലം തറ കൈഫ എന്ന താഴെയുള്ള 10 സൂറത്ത് കന്നഡയിൽ എഴുതിയതിനെ വായിച്ചു പഠിച്ചയാളാണ്. അദ്ദേഹമാണ് ആ നാടിനെ ഭരിക്കുന്നത്. ആ 100 മുസ്ലിം വീടുകൾക്ക് അദ്ദേഹമാണ് സുപ്രീം. അദ്ദേഹം പറയുന്നതാണ് അവിടെ. അയാൾക്ക് നിസ്കരിക്കാൻ അറിയില്ല, അയാൾ നിസ്കരിക്കാറുമില്ല. പള്ളി പൂട്ടിക്കിടക്കും. പള്ളി വർഷത്തിൽ 2 പ്രാവശ്യം തുറക്കും. അത് പെരുന്നാളിന്റെ ദിവസം. അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഊതുവത്തി കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ പള്ളി പൂട്ടും. പിന്നെ ഈദ്ഗാഹിൽ പോയിട്ട് ആളുകളൊക്കെ ഈ മുല്ലാന്റെ നേതൃത്വത്തിൽ നിസ്കാരം നിർവഹിക്കും. ഈ മുല്ലക്കുള്ള ക്വാളിറ്റി ഇത് മാത്രമാണ്. അവിടെ മരിച്ചാൽ മറമാടാനും, പ്രസവിച്ചാൽ കുട്ടികൾക്ക് പേര് വെക്കാനും, ഒന്ന് നിക്കാഹ് ചെയ്ത് കൊടുക്കാനും, വീട്ടിൽ മഹല്ലിൽ കോഴി അറുത്ത് കൊടുക്കാൻ. ഇതല്ലാത്ത 4ാമത്തെ ഒരു കാര്യം, ആ നാട്ടിലെ 100ഓളം മുസ്ലിം വീടുകൾക്ക് നേതൃത്വം നൽകുന്ന മുല്ലാക്ക് കയ്യില്ല, അറിയില്ല. അതുപോലെ തന്നെ ആ നാട്ടിലൊരു മുത്തവല്ലി ഉണ്ടാവും, പള്ളിയുടെ ഭരണകർത്താവായിട്ട്. അയാൾ മരണപ്പെട്ടാൽ പിന്നെ അയാളുടെ മകനാണ് മുത്തവല്ലി. ആ രീതിയിൽ പരമ്പരാഗതമായി പോവാണ്. അയാൾക്കാണെങ്കിൽ പള്ളി പോലും കണ്ടിട്ടുണ്ടാവില്ല. ചാവി സൂക്ഷിപ്പുകാരൻ എന്ന രീതിയിൽ മാത്രമാണ്. അങ്ങനെ ഒരൊറ്റ താലൂക്കിൽ 28 ഗ്രാമങ്ങൾ ഞങ്ങൾ 2016 റമദാനിൽ പോകുമ്പോൾ പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ ജാമിയ നൂരിയ ആ സ്പോട്ടിൽ തന്നെ 40ഓളം ഹനഫി ഇമാമികളെ നിയമിച്ചുകൊണ്ട് 25-ലേറെ പള്ളികളെ ആ റമദാനിൽ തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിച്ചു. നമ്മുടെ ദായികൾ പോയതിന്റെ ശേഷമാണ് അവിടെ പള്ളി തുറക്കുന്നത്, അവിടെ 5 വക്ത് ബാങ്ക് കൊടുക്കുന്നത്, അവിടുത്തെ മക്കൾക്ക് പഠിപ്പിക്കുന്നത്. അത്രമാത്രം ദീനി ബോധമില്ലാത്തതാണ്. ഇത് ആലങ്കാരികമല്ല. ഈ റമദാനിന്റെ വിശുദ്ധമായ നല്ല രാത്രിയിൽ മുഅ്മിനീങ്ങളായ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, നിങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് പരിശോധിച്ച് നോക്കാം. തീർച്ചയായിട്ടും ധാരവാഡ ജില്ലയിൽ കുറെ ജില്ലകളിൽ, കുറെ ഗ്രാമങ്ങളിൽ ഈ അവസ്ഥകളുണ്ട്. പക്ഷെ ഞാൻ ഒരൊറ്റ താലൂക്കിന്റെ കഥ പറഞ്ഞതാണ്. ധാരവാഡ ജില്ലയിലെ കുന്തുകോട് എന്ന് പറയുന്ന താലൂക്കിൽ 56 വില്ലേജ് ഞങ്ങൾ പോയതിന് ശേഷമാണ് 20-ലേറെ മഹല്ലിൽ ആദ്യമായിട്ട് ബാങ്ക് വിളി കൊടുക്കുന്നതും നിസ്കാരം നടക്കുന്നതും അവിടുത്തെ മക്കള് ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കുന്നത്. താലൂക്കിൽ മാത്രം 2000-ലേറെ മക്കൾ നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്നുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയ ചെയ്യുന്ന സംരംഭമാണ്, ദഅവത്തിന്റെ വലിയൊരു ഭാഗമാണ്. അൽഹംദുലില്ലാഹ് ഈ 7 വർഷം പിന്നിടുമ്പോൾ കർണാടകയിലെ 5 ജില്ലകളിൽ 50-ലേറെ മദ്രസകൾ ജാമിയ നൂരിയക്ക് കീഴിൽ ഹനഫികൾക്കായി ഇത്തരം പ്രദേശങ്ങളിൽ ചെയ്തു വരികയാണ് എന്ന ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ SIC കർണാടക സമിതി സമസ്ത അവിടേക്ക് വന്ന് നമ്മൾക്ക് അനുഭവിച്ചാൽ മനസ്സിലാവും. ബഹുമാനപ്പെട്ട സമസ്ത എന്ന മഹാസംഘടന ഇവിടെ നിലകൊണ്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളും ആ പരിസ്ഥിതിയിൽ തന്നെ എത്തുമായിരുന്നു. നമ്മളെ ഈ നിലയ്ക്ക് എത്തിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയാണ്. അതുകൊണ്ട് അവർ നമ്മളിലേക്ക് എത്തിച്ച ആ ഒരു രീതി അത് ഇൻഷാ അല്ലാഹ് എത്താത്തിടങ്ങളിലേക്ക് എത്തിക്കണം. ഇന്ന് ജാമിയ നൂരിയക്ക് കീഴിൽ നടക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പദ്ധതിയുടെ ഭാഗമായി മണ്ഡ്യ ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ ശിവമൊഗ്ഗയിലും മൈസൂരിലും ബാംഗ്ലൂരിലും പ്രവർത്തനം നടക്കുകയാണ്. അൽഹംദുലില്ലാഹ് അതിന്റെ കേന്ദ്രമായിട്ട് ധാരവാഡ ജില്ലയിലെ കുന്തുകോട് പ്രവർത്തിച്ചു വരികയാണ്. ആ കുന്തുകോടിൽ തന്നെ 5 ഏക്കർ വിശാലമായ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. കർണാടകയിലെ ഹനഫികളെ കേന്ദ്രീകരിക്കാൻ വേണ്ടി മഹത്തായ ഒരു സ്ഥാപനം അവിടെ വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സഹായ സഹകരണ പ്രോത്സാഹനങ്ങൾ ഉണ്ടാവണം. SIC ദമാമ കർണാടക സമിതി ഈ മിഷന്റെ കീഴിൽ നടക്കുന്ന ബാംഗ്ലൂരിലെ 5 മദ്രസകൾ 538 കുട്ടികൾ കഴിഞ്ഞ 1 വർഷത്തോളമായി ദമാം കർണാടക കമ്മ്യൂണിറ്റിയുടെ സ്പോൺസർഷിപ്പിൽ നടന്നു വരികയാണ്.
എങ്ങനത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നുണ്ട്, 8ാം ക്ലാസ് 9ാം ക്ലാസ് എത്തിയിട്ടുണ്ട്, അവർക്ക് പോലും ഖുർആൻ ഓതാൻ അറിയില്ല, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അറിയില്ല. പേരിൽ നല്ലൊരു മുസ്ലിമാണ്, ആഘോഷങ്ങളുണ്ട്, തൊപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ ബേസിക് നമ്മുടെ ആ സമസ്ത സംവിധാനങ്ങളെ പോലെ അവർക്ക് കിട്ടാത്തത് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായി SIC ദമാം കർണാടക സമിതി നാഷണൽ മിഷൻ ജാമിയയുടെ പദ്ധതിയുമായി കൈചേർത്തുകൊണ്ട് ബാംഗ്ലൂരിൽ 538 വിദ്യാർത്ഥികൾക്ക് 5 ഇടങ്ങളിലായിട്ട് 4ഓളം ഉസ്താദന്മാരെ പറഞ്ഞയച്ചിട്ട് നടക്കുകയാണ്. ആ ഒരു സന്തോഷവും അതിൻ്റെ ഒരു ഫലവും നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നത്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് അത് നടന്നു പോകുന്നത്. ഇൻഷാ അതിന് ഇനിയും തുടർന്ന് ഇതിനേക്കാളും ചന്തത്തിലൂടെ നമുക്ക് 1-2 വർഷം നടത്തണം. അതിൻ്റെ കുട്ടികൾ അത് കാരണമായിട്ട് ഖുർആൻ പഠിച്ച് വളർന്നു വരണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. അതിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. സമസ്ത SIC ഇതിക്ക് വേണ്ടി സഹകരിച്ച ആളുകളൊക്കെയാണ് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത്. ഇൻഷാ അല്ലാഹ് SIC ദമാം കർണാടക കമ്മിറ്റി നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടേണ്ട്. ഇവിടുത്തെ ഇതും ഒരു ഭാഗമാണ്. അതിൻ്റെ പുറമെ തന്നെ SIC ദമാം കർണാടക സമിതി ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ, ദീനി സേവന രംഗങ്ങൾ നാട്ടിലും ഇവിടെയൊക്കെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കീഴിൽ തന്നെ കർണാടകക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ ശൈലിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മദ്രസയും ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിനായിട്ടൊരു ഉസ്താദും ഇവിടെ നിലവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട സിനാൻ ഉദവി ഉസ്താദ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹവുമായിട്ടൊക്കെ നിങ്ങൾ എല്ലാ രീതിയിലും ഈ ദമാം SIC കർണാടക സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് കൈകോർക്കണം. അതുപോലെ തന്നെ SIC ദമാമിന് എല്ലാ രീതിയിലും മാർഗദർശനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ആളുകളെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവർക്ക് ഇൻഷാ അല്ലാഹ് ആദരിക്കൽ ചടങ്ങൊക്കെ നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോകുമ്പോൾ ഈ നമ്മുടെ SIC ദമാമി കർണാടകക്കാർ ഏറ്റവും ചെയ്യുന്ന വലിയൊരു പ്രവർത്തനം, അനിവാര്യമായ ഒരു കാരുണ്യ പ്രവർത്തനമാണ്, വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. എന്ത് ദീനെന്നറിയാത്ത 8-9 ക്ലാസ് സ്കൂളിൽ എത്തിയിട്ടും ഖുർആൻ നേരെ ഓതാൻ അറിയാത്ത, ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത 538 കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതിന് നല്ലൊരു തുക ആവശ്യമുണ്ട്. റമദാൻ കഴിഞ്ഞ ഉടനെ സമ്മർ ക്യാമ്പ് തുടങ്ങണം, അത് കഴിഞ്ഞ ഉടനെ വീണ്ടും മദ്രസകൾ ആരംഭിക്കണം. അതിനൊക്കെ നല്ലൊരു ചെലവുണ്ട്. ആ ചെലവിലേക്ക് നിങ്ങൾ തന്നെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മാസത്തിലൊരു 100 റിയാൽ പോലെ കൊടുക്കാൻ പറ്റുന്ന ആൾ, അങ്ങനെ അതല്ലെങ്കിൽ കഴിയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ നിങ്ങൾ വാഗ്ദാനം അറിയിച്ച് അതിൻ്റെ സംഘാടകരും ഉസ്താദൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാരുണ്യ പ്രവർത്തനത്തിൽ, ഈ ദഅവ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൈ ചേർക്കണമെന്ന് സവിനയം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ SICയുടെ കർണാടകയിലെ നാഷണൽ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ചും SICയുടെ ദമാം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദ് ഇവിടെ നമുക്ക് വിശദീകരിച്ചു തന്നു. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട സവാദ് ഫൈദി ഉസ്താദാണ്. സമയം ഇല്ലാത്തത് കാരണത്താൽ നേരെ പരിപാടി സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ ഉസ്താദ് നമ്മുടെ SIC കർണാടക അവർക്ക് വേണ്ടി സദാസമയവും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തിയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അവർക്കുള്ള എല്ലാ വഴികളും അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇസ്മായിൽ കാട്ടിപ്പള്ള സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റു പല സംഘടനകളുടെ നേതാക്കന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാ ആളുകളുണ്ട്. അപ്പോൾ SIC കർണാടകയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് റസാഖ് മണ്ടക്കോലാണ്. ഒന്ന് പരിചയപ്പെടുത്തി തരാണ്. SIC കർണാടകയുടെ പ്രസിഡന്റ് റസാഖ് മണ്ടക്കോൽ. സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഷെരീഫ് മേനാളയാണ്. പിന്നെ ട്രഷറർ ഹക്കീമാണ്. മറ്റു അതിനുവേണ്ടി റസാഖ് അഡൂറാണ് ട്രഷറർ. മറ്റു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സുനീർ കെ പോലത്തെ ഒരുപാട് പിന്നെ SICയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ മുമ്പിൽ നമ്മുടെ സക്കരിയ ഫൈദി ഉസ്താദ് അവർക്കൊക്കെ ഇവിടെ സംസാരിക്കാനൊക്കെ അവസരം കൊടുക്കേണ്ടതായിരുന്നു. സമയമില്ലാത്തത് കൊണ്ട് അവസരം കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട ആബിദ് തങ്ങൾ ഇവിടെയുണ്ട്. തങ്ങൾ ഇന്നത്തെ മുഖ്യ അതിഥി കൂടിയാണ്. അപ്പോൾ 42 വർഷക്കാലം നമ്മുടെ സൗദി അറേബ്യയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് ദമാമിലേക്ക് വരുന്ന എല്ലാ ഉസ്താദുമാരെയും സ്വീകരിക്കുകയും, അത് സംഘടനയൊന്നുമില്ല, ഉസ്താദാണെന്നുള്ള ഒരു ലാൻഡ്മാർക്ക്, ആ ഒരു ഐഡന്റിറ്റി ഉണ്ടായാൽ മതി.
ഉസ്താദാണെങ്കിൽ വീട്ടിലേക്ക് വരുത്തുകയും അവർക്ക് വേണ്ടി നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളും അവർക്കുള്ള ഹദിയകളൊക്കെ നൽകിക്കൊണ്ട് ഒരുപാട് ഉസ്താദന്മാരൊക്കെ ആദ്യം വരുമ്പോൾ തന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ദമാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അബ്ദുറഹ്മാൻ ഹാജി പാണാജിയെ കണ്ടിട്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത് എന്ന് ഇവിടുത്തെ മുതിർന്ന ഉസ്താദുമാരൊക്കെ സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുടുംബക്കാരനും കൂടിയാണ്. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രവാസ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകൾ, പ്രത്യേകിച്ചും ഈ ഉസ്താദുമാരെ സ്നേഹിക്കുക എന്നുള്ള ഒരു പുണ്യകർമ്മത്തിന് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകൾക്കൊക്കെ നല്ല ആബിദായ ഒരു മനുഷ്യൻ കൂടിയാണ് അല്ലാഹു തആല. ഇബാദത്തുകൾക്കൊക്കെ അല്ലാഹു തആല ശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി പാണാജി അവർക്കുള്ള റമദാൻ കഴിഞ്ഞ നാട്ടിൽ പോവാണ്. അദ്ദേഹത്തിനുള്ള SIC ദമാം കർണാടക നൽകുന്ന ആദരവാണ്. നൽകുന്നതിന് വേണ്ടി ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആബി തങ്ങളെയും അതേപോലെ തന്നെ കമ്മിറ്റി SIC കർണാടക കമ്മിറ്റി ഭാരവാഹികളെയും സവാദ് ഫൈമി ഉസ്താദിനെയും സ്റ്റേജിലുള്ള മൈമീന സാഹിബിനെ പോലത്തെ എല്ലാ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഒന്ന് ആദരിക്കുകയാണ്. അല്ലാഹു തആല ശിഷ്ടകാലം ആഫിയത്തും ആരോഗ്യവും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായിട്ട് നമുക്കൊക്കെ അറിയാം, നല്ല സൗമ്യമായ സ്വഭാവം കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരിടം പിടിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മായി സാഹിബ് വീഞ്ഞം അദ്ദേഹത്തിനുള്ള അവാർഡ് ആണ് നൽകാനുള്ളത്. നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സവാദ് ഫൈദി ഉസ്താദ്, അതേപോലെ തന്നെ ഇസ്മായിൽ അതേപോലെ തന്നെ നമ്മുടെ ബഷീർ അസ്സരി ഉസ്താദ്, അതേപോലെ നമ്മുടെ കമ്മിറ്റി സെക്രട്ടറി ഷെരീഫ് മേനാൾ, അവരൊക്കെ എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ നദി ഉസ്താദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ചെറിയൊരു ഉപഹാരം മാത്രമാണ് ഉള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ആളുകളൊക്കെ മാഷാ അല്ലാഹ് നിരന്തരമായിട്ട് ഇന്നെന്തുകൊണ്ട് ഇവരൊക്കെ ഇവിടെ വിളിച്ചിട്ട് ഞങ്ങൾ ആദരിച്ചു എന്ന് ചോദിച്ചാൽ SIC കർണാടകയുടെ തൂണായിട്ട് നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് റസാഖിനെ പരിചയം ഉണ്ടാവും, റസാഖ് നാട്ടിലാണുള്ളത്. അപ്പൊ നിരന്തരമായിട്ട് ഈ ആളുകളെ ബന്ധപ്പെടുന്ന ആളുകളാണ് റസാഖ് മണ്ടക്കോൽ എന്ന് പറയുന്നത്, ഷെരീഫ് മേനാളൊക്കെ. അപ്പൊ ഇവരെപ്പോ ചെന്നാലും ഒരു മാസം പോലും മുടങ്ങാതെ, സൂചിപ്പിക്കേണ്ട ഒരു മാസം പോലും മുടങ്ങാതെ എല്ലാ മന്തിലും പിന്നെ കറക്റ്റായിട്ട് ഫണ്ടിങ് ഇവിടുന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് 2 സ്റ്റാഫുകൾക്ക്. അപ്പൊ സ്റ്റാഫുകൾ കൂടി വരുന്നുണ്ട്, 4 സ്റ്റാഫുകൾക്ക്. ഇനി മുതൽ ഇത് 8 ആക്കണം. അതായത് അവിടെ സ്റ്റുഡൻസുകൾ കൂടുന്നതനുസരിച്ച് അപ്പൊ ഉസ്താദുമാര് സ്റ്റാഫിന്റെ അവൈലബിലിറ്റി നമുക്ക് കൂട്ടേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇൻഷാ അല്ലാഹ് ഒരു 8 സ്റ്റാഫ് ആക്കാനുള്ള പ്ലാനിങ്ങിലാണ് SIC ദമാം കർണാടക യൂണിറ്റുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പൂർണ്ണ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ആർക്കെങ്കിലും പിന്നെ വാഗ്ദാനം ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൽകാനുണ്ടെങ്കിൽ ഈ ഒരു സദസ്സ് മുതലാക്കാവുന്നതാണ്.